വവ്വാക്കാവ് യാഫ്നയുടെ വാർഷികാഘോഷത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി മാരത്തോൺ മത്സരം, കോൽക്കളി എന്നിവ നടത്തി. വവ്വാക്കാവ് യാഫ്നയുടെ 50ാമത് വാർഷികാഘോഷങ്ങൾക്കാണ് തുടക്കമായത്. ഇതിന്റെ ഭാഗമായി നടത്തിയ മാരത്തോൺ മത്സരം സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോ CI D സുവർണകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. യാഫ്ന പോലെ ഒരു സംഘടന ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രവർത്തനം അല്പം മന്ദീഭവിച്ചു പോയി. അതെന്തുകൊണ്ടാണ് എന്നുള്ള എന്റെ ചിന്ത എത്തി നിന്നത്, ഒരു ഘട്ടത്തിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ യാഫ്നയുടെ കളിസ്ഥലമായ കുറുങ്ങപ്പള്ളി ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ എല്ലാവരും കളിക്കാനായി ഒത്തുകൂടുമായിരുന്നു. ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അത്രയും പ്രചാരം നേടിയിരുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയ പ്രചാരം നേടിയതോടുകൂടി നമ്മുടെ യങ്സ്റ്റേഴ്സിനെ എല്ലാം കളിസ്ഥലങ്ങളിൽ നിന്ന് മൊബൈലിന്റെ പിന്നിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു തലമുറ വളർന്നു വന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് പുതിയ തലമുറ വളർന്നു വന്നത് തന്നെ. ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽപ്പെട്ടവർ ഈ അധികം ലഹരിക്ക് അടിമപ്പെടാതെ പോയത് നമുക്ക് കായികമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് എല്ലാ ദിവസവും കിട്ടിയിരുന്നു. അത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകിയിരുന്നു. അതുകൊണ്ട് ആ തലമുറയിൽപ്പെട്ടവർ ഒരു നല്ല പൗരന്മാരായി വളർന്നു വന്നു. എന്ന് പറഞ്ഞാൽ പുതിയ തലമുറക്കാർ മോശമാണെന്നല്ല. എന്നാൽ പുതിയ തലമുറയ്ക്ക് പറ്റിപ്പോയത് അവർ സോഷ്യൽ മീഡിയയെ അധികം ആശ്രയിച്ചു. സൊസൈറ്റിയെ മനസ്സിലാക്കാതെ വളരുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് പുതിയ തലമുറ കൂടുതലായി ഈ ലഹരിയുടെ റൂട്ടിലേക്ക് പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമ്മേളനം അന്തർദേശീയ ഹോക്കി താരം ഡോക്ടർ രാധാമണി നിർവഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ PL വിജിലാൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. രാസലഹരിക്കെതിരെ കായിക ലഹരി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് യാഫ്ന മുന്നോട്ട് വെച്ചത്. യാഫ്നയുടെ 50ാമത് വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. വ്യത്യസ്തങ്ങളായ പരിപാടികൾ സാധാരണ തിരുവോണ ദിവസമാണ് നടത്താറുള്ളതെങ്കിൽ ഇന്ന് അത് മാറ്റി നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഏതാണ്ട് 220 പരം ലഹരി വസ്തുക്കൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഇന്ന് പ്രചാരമേറി നിൽക്കുന്ന ഒരു സംഭവമാണ് MDMA. ഈ MDMAയുടെ സ്ഥാനം തന്നെ ഏതാണ്ട് 20ാമതാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഈ നാർക്കോട്ടിക് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇന്നലെ തന്നെ കടനാപ്പള്ളിയിലെ കഞ്ചാവ് ചെടി ഉൾപ്പെടെയുള്ള കേസുകൾ കണ്ടെടുത്തതായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട് ഇന്ന് ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ഉപയോഗം. പണ്ട് നമ്മുടെ സമൂഹത്തിലെ മദ്യപാനി ഏത് തരത്തിലാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുകയാണ്. സമൂഹം മദ്യപാനത്തിന് ഒരു ചെറിയ രീതിയിലുള്ള മാറ്റം സമൂഹത്തിന് മദ്യപിച്ചാൽ പ്രശ്നമില്ല എന്നൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെറ്റാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ലഹരിയായാലും അത് ദോഷമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകണം. അനിൽകുറുപ്പ് അധ്യക്ഷത വഹിച്ചു. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PD അരുൺരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണി വട്ടത്തറ സ്വാഗതം പറഞ്ഞു. ദിലീപ് വട്ടത്തറ, ഉദയൻ ഗ്രാൻഡ്, പെരുമാനൂർ രാധാകൃഷ്ണൻ, ഉദയൻ, അനി വൈനപ്പള്ളി, ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷികത്തിന്റെ ഭാഗമായി തഴവാനോർത്ത് BJSM മടത്തൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കോൽക്കളിയാണ് അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, തഴവ.